ബഹുമാനപ്പെട്ട അച്ഛൻ, വന്നു ചേർന്നിരിക്കുന്ന ഏവരും, ഈ മനോഹരമായ സന്ധ്യയിൽ അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകം അച്ഛനോടും പ്രാർത്ഥനയോഗത്തിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് അല്പസമയം ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആമുഖമായി നാം ഇന്നിവിടെ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗത്തു നിന്ന് തന്നെ സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. തുടർന്ന്, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ യഹോവയുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം ഞാനിവിടെ ശ്രദ്ധിച്ചപ്പോൾ ഇത് നമ്മൾ വായിച്ച പുതിയ നിയമത്തിൽ തന്നെ ആ സാക്ഷ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കത് ഉത്തരം കിട്ടുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവൻ വെളിച്ചം മാത്രമായിരുന്നില്ല, മറിച്ച് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമത്രേ. അവൻ വെളിച്ചം മാത്രമായിരുന്നില്ല, മറിച്ച് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് അവിടെ നൽകുന്നത്. അപ്പൊ സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. എന്താണ് ദൈവസാക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് മനസ്സിലാവും, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കുക. ഇതുമായിട്ട് തുടർന്നുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ സുപരിചിതമായ 2 വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും കേട്ട് പരിചയമുള്ള ഒന്നാമതായിട്ട് ആത്മീകത, സ്പിരിച്വാലിറ്റി, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് വിശ്വാസം, ഫെയ്ത്ത്. അപ്പൊ ഈ 2 വാക്കുകളെ മുൻനിർത്തിയാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം മതങ്ങളുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരു വാക്കാണ് ആത്മീകത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ് യഥാർത്ഥമായ സ്പിരിച്വാലിറ്റി? നാം ഇന്ന് എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മളിന്ന് ആധുനികമായ ലോകത്ത് മീഡിയകളൊക്കെ തുറന്നു നോക്കിയാൽ വളരെയധികം പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് നാം മനസ്സിലാക്കുന്നത്? നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ, ആത്മീകതയെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ ആത്മം എന്നൊരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ആത്മം എന്ന സംസ്കൃത മൂലപദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് ആത്മീകത എന്ന വാക്കിന്റെ അടിസ്ഥാനമായിട്ട്. എന്താണ് ഈ ആത്മം എന്ന് പറയുന്നത്? ആത്മം എന്ന് പറയുന്നത് എന്താണ്? ആത്മം എന്ന് പറയുന്നത് സെൽഫാണ്, അല്ലെ? നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാറുണ്ട്, സെൽഫ് എസ്റ്റീം, അല്ലെ? ആത്മവിശ്വാസം, ആത്മധൈര്യം. അപ്പം ആത്മം എന്ന് പറയുന്നത് സെൽഫാണ്. അപ്പൊ ആത്മീകത എന്താണ്? ഫൈൻഡിങ് യു, നിന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ആത്മീകതയുടെ യഥാർത്ഥമായ അർത്ഥം. അപ്പം എങ്ങനെയാണ് ഈ ആത്മീകത നമ്മുടെ മതചിന്തകളുമായിട്ട് അടുത്ത് കിടക്കുന്നത്? നാം പലപ്പോഴും നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറെ അഡ്ജക്റ്റീവ്സുകൾ ആഡ് ചെയ്ത്, കുറെ ലേബലുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ആഡ് ചെയ്ത് പോകുന്നത്, അല്ലേ? നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെ മറ്റു പല കഴിവുകളെ ആയിരിക്കാം നമ്മൾ മുൻനിർത്തി പറയാറുള്ളത്. ഇപ്പൊ ഞാൻ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്. ഇങ്ങനെയുള്ള ലേബലുകളാണ് നമ്മളെപ്പോഴും, അല്ലെ? നമ്മുടെ പേരുകൾ തന്നെ പറയാറുണ്ട് പലപ്പോഴും. എൻ്റെ പേര് ഇന്നതാണ്, അല്ലേ? ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പേര് ലൈജു എന്നാണ്. അപ്പൊ എന്താണ് ഈ അഡ്ജക്റ്റീവുകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത്? അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, ഒരു ശിശു, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, ഒരു പൈതൽ എന്നതിലുപരിയായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു അഡ്ജക്റ്റീവ്സ് ഒന്നുമില്ല. ഉണ്ടോ? അത് ടീച്ചറല്ല, ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ആ ചെറിയ പ്രായത്തിൽ നമ്മൾ തിരിച്ചറിയാറേ ഇല്ല കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ പൈതലിനെ പോലെ ആകുകയും പൈതലിനെ പോലെ നിർമ്മലരാകുകയും. എന്താണ് പൈതലിന്റെ പ്രത്യേകത? എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ലേബലുകളും ഇല്ലാതെ ഉള്ള അവസ്ഥയാണ് പൈതൽ എന്ന് പറയുന്നത്. ആ നിർമ്മലത നമുക്കറിയാം. നമ്മൾ എത്ര പ്രയാസത്തിലും സങ്കടത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ അതിന്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ മാറിയിട്ട്, അല്ലേ? പ്രയാസങ്ങളൊക്കെ മാറി ഒരു പുഞ്ചിരി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ശരിയല്ലേ? അപ്പോൾ ക്രിസ്തു നമ്മളിലൂടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം ഇതാണ്: നിങ്ങൾ നിർമ്മലരായി തീരുമ്പോൾ നിങ്ങളുടെ
അഹംഭാവങ്ങൾ അല്ലെ, ഈഗോയിസ്റ്റിക് ചിന്താഗതികളാണ് നാം പലപ്പോഴും അല്ലെ, നമ്മളെ തന്നെ സെൽഫ് എസ്റ്റീം ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും എടുത്തു വെക്കുന്ന എന്താണ്, ഞാൻ ഇങ്ങനെയാണ് അല്ലെ, ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് അല്ലെ. അത് തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ആത്മീകമായ മനുഷ്യൻ എങ്ങനെയാണ് എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. നമ്മൾ പൈതലിനെ പോലെ ആകുമ്പോഴാണ്. അതാണ് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റും. കുട്ടികളെ പോലെ ആയി തീരുവാനുള്ള ഉദ്ബോധനം പല 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 പ്രാവശ്യം നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതൊന്നും മാറി ചിന്തിക്കേണ്ടത്? എങ്ങനെയാണ്, എന്ത് അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ആ ക്രിസ്തുവിനോടുള്ള അടുപ്പം നമുക്ക് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നത്? യഥാർത്ഥ ആത്മീക ജീവിതത്തിലായി തീരുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ ഈ നാമങ്ങളെല്ലാം അല്ലെ, ലേബലുകളെല്ലാം, ഈ അഡ്ജക്റ്റീവ്സുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നാം നിന്നെ തന്നെ കണ്ടെത്തുമ്പോൾ അല്ലേ, നമുക്കറിയാം നിന്നെ തന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. കേരളത്തിൽ ശബരിമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലേ, നമുക്കറിയാം. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 40 ദിവസത്തെ നോമ്പും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ച്, കഠിനമായ നോമ്പുകളൊക്കെ അനുഷ്ഠിച്ച്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും കഠിനമായ നോമ്പുകൾ നോക്കിയിട്ട് പോകുന്ന ഒരു മതാചാര പ്രകാരം വിസിറ്റ് ചെയ്യുന്ന ഒരു ഹോളി പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 40 ദിവസത്തെ വ്രതം അതികഠിനമാണ്. അത് കഴിഞ്ഞ് കാൽനടയായിട്ട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ് അല്ലേ, നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോൾ എന്താണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ഭഗവാനെ കാണുവാനായിട്ട്, ഈശ്വരനെ കാണുവാനായിട്ടാണ് ശബരിമലയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ നട തുറന്ന് ഈശ്വരനെ കാണുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ഒരു എഴുത്താണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ മുകളിലായിട്ടൊരു ബോർഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അത് നീ തന്നെ, തത്വമസി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നീ തന്നെ. ഏത്? നീ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന നിന്റെ പാപങ്ങളെ എല്ലാം മാറ്റി കിട്ടുവാനായിട്ട്, നിന്നെ കണ്ടെത്തുവാനായിട്ട് നീ എടുത്ത നോമ്പും പ്രാർത്ഥനകളും നിന്റെ ഉപവാസങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നീ എത്തിച്ചേർന്നിരിക്കുന്ന എവിടെയാണ്? നിന്നിലേക്കാണ്. അതാണ് ആത്മീകത എന്ന് പറയുന്നത്. നിന്നെ തന്നെ നീ കണ്ടെത്തുക, നിന്നിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുക, പൈതലനെ പോലെ ആയിത്തീരുക. ആ ഒരു പഠിപ്പിക്കലാണ് അല്ലെ. നമ്മൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഉടനീളം നോക്കുമ്പോൾ കാണാം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം പോലെ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും, നിങ്ങളുടെ അല്ലെങ്കിൽ സഹോദരനെ അല്ല അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കും. ഇങ്ങനെ നിങ്ങൾ എന്നുള്ള പദം വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അനേകം സ്ഥലങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ആത്മീകത എന്ന് പറയുമ്പോൾ യഥാർത്ഥമായും മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മതചിന്തകൾ എങ്ങനെയാണ് വന്നു നിൽക്കുന്നത്? നാം പലപ്പോഴും നമ്മുടെ മതചിന്തകൾ, ആരാധന അല്ലെ, മതത്തിന്റെ ചിന്തകളിലേക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് ആചാരവും, മറ്റൊന്ന് മൂല്യങ്ങളും. മതത്തിന്റെ ആചാരങ്ങളുണ്ട്, മതത്തിന്റെ മൂല്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് പള്ളിയിലേക്ക് പോകുന്നത്? ആരാധനാലയങ്ങളിലേക്ക് പോകുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനാണ് അല്ലെ. മത ആചാരങ്ങൾ, നമുക്ക് അവിടെ പുരോഹിതനുണ്ട്. അവിടെ എന്താണ്? ആ ആചാരങ്ങൾ നമുക്ക് ചില നിഷ്ഠകൾ തന്നിട്ടുണ്ട്. ഏത് മതവും ഏത് സമുദായവും ഏത് വിഭാഗവും ആയിക്കോട്ടെ, എല്ലാത്തിനും ഹൈന്ദവരോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ ഏത് തന്നെ ആയാലും മതത്തിന്റെ ആചാരങ്ങൾ ഒരു ക്രമമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പുസ്തകമുണ്ട് ക്രമം അനുസരിച്ച്. അപ്പം ആചാരങ്ങളുണ്ട് ഒരു വശത്ത്, മറുവശത്ത് എന്താണുള്ളത്? മൂല്യങ്ങളാണ്, മതത്തിൻ്റെതായ മൂല്യങ്ങളാണ്. എന്താണ് മതത്തിൻ്റെതായ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? നമുക്കറിയാം അല്ലെ. സ്നേഹം, പരോപകാരം, ക്ഷമാതി, ഇങ്ങനെ 9ഓളം ഫലങ്ങൾ. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വരാം, സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? നീ നിന്നെ തന്നെ കണ്ടെത്തുമ്പോഴാണ്. യഥാർത്ഥ ആത്മീയ ജീവിതത്തിലായി തീരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നാം യഥാർത്ഥത്തിൽ നിന്നെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ആത്മീക മനുഷ്യനായി എന്ന് തിരിച്ചറിയുവാൻ പറ്റുള്ളൂ. ആ ഒരു വിശ്വാസം, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് ചേർന്ന് അല്ലെ. അവിടെയും ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നീ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് അല്ലെ, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പം അവിടെ എപ്പോഴും നീ എന്നുള്ളത് നിന്നിലേക്ക് നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്? മറഞ്ഞിരിക്കുന്ന എന്റെ തെറ്റുകളെ നോക്കി, തെറ്റുകളെ കണ്ടുപിടിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലെ. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്യമുണ്ട് അല്ലെ. എബ്രായർ ലേഖനത്തിലെ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ എപ്രകാരം പറയുന്നുണ്ട്? വിശ്വാസം എന്നാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്നതാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എന്താണ് ആശിക്കുന്നത്? നമ്മുടെ ആശയം എന്താണ്? നമ്മുടെ പ്രത്യാശ എന്താണ്?
ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒന്ന് മാറി കിട്ടണം, അല്ലെ? അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരു പൈതലായി തീരുമ്പോൾ, ഒരു പൈതൽ അവസ്ഥയിൽ എന്തെങ്കിലും ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആകുലതകളുണ്ടോ? എന്തെങ്കിലും ആകുലതകൾ, ഈ ലോക ചിന്തകളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു ഉറപ്പാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതിനെയാണ് വിശ്വാസം. അപ്പൊ ആ വഴിയിലേക്ക് എത്തിച്ചേരുവാനുള്ള പാതകളാണ് ഈ ആചാര അനുഷ്ഠാനം. ഞാൻ ആദ്യം തന്നെ ആമുഖമായി ശബരിമലയിൽ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? നീ അതാകുന്നു, നീ തന്നെ ദൈവമാകുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മുടെ സനാതന ധർമ്മങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്, അല്ലെ? നവോത്ഥാന നായകനാണ്. എന്താണ് ശ്രീനാരായണ ഗുരു ചെയ്തത്? അദ്ദേഹം അമ്പലങ്ങളിൽ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. എന്താണ് പുള്ളി പ്രതിഷ്ഠിച്ചത്? അദ്ദേഹം എന്താണ് പ്രതിഷ്ഠിച്ചത്? കണ്ണാടിയാണ് കൊണ്ട് പ്രതിഷ്ഠിച്ചത്. എന്താണ് കണ്ണാടിയുടെ പ്രത്യേകത? നമസ്കരിക്കാനായിട്ട് അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ, അല്ലെ ദൈവത്തെ കാണുവാനായിട്ട് അമ്പലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നട തുറക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ കണ്ണാടിയാണ്. കണ്ണാടിയിൽ എന്താണ്? നമ്മളുടെ പ്രതിബിംബം തന്നെയാണ് കാണുന്നത്, നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ നമുക്ക് കവിതകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വര സാന്നിധ്യം? തൂണിലും തുരുമ്പിലും പുല്ലിലും മൃഗങ്ങളിലും മനുഷ്യരിലും നിന്റെ ചുറ്റുമുള്ളവരിലും ഉണ്ടെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു മഹത്തായ പാരമ്പര്യത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഗോഡ്സ് ഓൺ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് നൂറ്റം കൊള്ളുമ്പോഴും നാം പലപ്പോഴും ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാനാണ് നമുക്ക് താല്പര്യം. ഇന്ന് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. നമുക്ക് എന്താണ്? നമുക്ക് സമാധാനമില്ല. കസ്തൂരിമാന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കസ്തൂരിമാൻ എന്താ സംഭവിക്കുന്നത്? കസ്തൂരി അന്വേഷിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്, അല്ലേ? സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കസ്തൂരി കണ്ടെത്താൻ സാധിക്കാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് കേരളത്തിലെ നമ്മളെ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഈ കുറച്ച് നാടുകളിൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകളിലൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ നമ്മുടെ യുക്തി എവിടെയാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പുതുതലമുറ വളർന്നു വരുമ്പോൾ അവർ പല സംശയങ്ങളും നമ്മളോട് ചോദിക്കുമ്പോൾ, മതത്തെ പറ്റി, ആത്മീയതയെ പറ്റിയും ദൈവത്തെ പറ്റിയൊക്കെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നാം പലപ്പോഴും യുക്തമായ ഉത്തരം നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നു. നമ്മൾ കൃത്യമായ ഉത്തരം നമ്മൾ പലപ്പോഴും പറയും, നീ മിണ്ടാതിരിക്കും, അല്ലെ നീ അങ്ങനെ ചോദിക്കരുത്, പാപമാണ്, തെറ്റാണ്. മറിച്ച് അവരുടെ ചോദ്യങ്ങൾ കൃത്യമായി നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതെന്താണ് മതത്തിന്റെ ചിന്ത, എന്താണ്, അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനം എന്താണ്, നമ്മൾ എന്തുകൊണ്ട് പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആരാധനയിൽ പോകണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണം എന്നുള്ളതിന്റെ മറുപടി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ ആ വരും തലമുറ ഇതിനെ മനസ്സിലാക്കി ഈ ആത്മീക മൂല്യങ്ങളെ ഉൾക്കൊണ്ടിട്ട് വെറും കേവലമായ ആചാരങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് എപ്പോഴും താല്പര്യം എന്താണ്? ക്രിസ്തുവിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ഈ ലോകത്തില് ജീവിച്ച ഒരു ക്രിസ്തുവുണ്ട്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവുണ്ട്. ജീവിച്ച ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താ? അവിടെ ഈ ലോകത്തിലെ മനുഷ്യരുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയും വന്ന ക്രിസ്തുവാണത്. ആ ക്രിസ്തു എന്താണ് ചെയ്തത്? പാപങ്ങളെ മോചിച്ചു കൊടുത്തു, തെറ്റുള്ളിടത്ത് പ്രതികരിച്ചു, അല്ലെ? അങ്ങനെയാണ് ക്രിസ്തു നമ്മെ കാട്ടിത്തന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടം എന്താണ്? പുനരുദ്ധാനം. ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയും അങ്ങ് മറുലോകത്തിൽ ചെന്ന് അവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, ആനന്ദങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഇവിടെ ജീവിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് തമാശയിൽ പറയുന്ന പോലെ ആർക്കും പക്ഷെ മരിക്കാൻ ധൈര്യമില്ല. എന്തെങ്കിലും അസുഖം വരുമ്പോൾ നേരെ, കാരണം മറുലോകത്ത് സന്തോഷമാണ്, സമാധാനമാണ്, നമുക്ക് നിത്യജീവനാണെങ്കിൽ എന്നാൽ പിന്നെ മരിക്കാൻ നമ്മൾ എന്തുകൊണ്ട് പേടിക്കണം? പക്ഷെ നമുക്ക് ആർക്കും മരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊന്നും ഇത്ര പേഷ്യൻസ് വരില്ല. കാരണം ആർക്കും ഇന്ന് മരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിക്കാനാണ്, ലൗകികമായ ലോകത്ത് ജീവിക്കാനാണ് നമ്മുടെ താല്പര്യങ്ങൾ എത്രയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ക്രിസ്തു നമ്മളെ ലൗകികമായ ലോകത്ത് ജീവിച്ച് കാണിച്ച ഒരു പാതയുണ്ട്, ക്രിസ്തുവിന്റെ മാർഗങ്ങൾ, അല്ലേ? അവിടെ വളരെ യുക്തമായ ഉത്തരങ്ങളാണ് ക്രിസ്തു കൊടുത്തത്. കാരണം അവിടെ ടാക്സ് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു സംഭവം, ഇത് കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു വളരെ യുക്തമായിട്ടാണ് മറുപടി കൊടുത്തത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും, അതെ, കൈസർക്കുള്ളത് കൈസർക്കും. വളരെ യുക്തിപൂർവ്വമാണ് ഒരു ആൻസർ കൊടുക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആൻസർ തന്നെ കൊടുക്കുവാനായിട്ട് ക്രിസ്തു അല്ലെ? ഒരു വേശ്യാസ്ത്രീയെ കല്ലെറിയുന്ന ഒരു സന്ദർഭത്തിൽ ക്രിസ്തുവിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ ക്രിസ്തു എന്താണ് മറുപടി പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലൂ എന്നല്ല. അപ്പോൾ ഓരോ മനുഷ്യന്റെ അവസ്ഥകളെയും മനസ്സിലാക്കി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരണം. നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ശ്രീനിവാസൻ ഒരു പടത്തിൽ പറയുന്ന പോലെ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന രീതി നമ്മളൊന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് സന്തോഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിരവധി അനേകമായ ഹോർമോണുകളുണ്ട്, അല്ലേ? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്, അല്ലേ? നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? സന്തോഷം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ
ഒരു ആശ്വാസം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് നമുക്കറിയാം, ഡോപ്പമിൻ പോലെ, ഓക്സിറ്റോസിൻ പോലെ, അല്ലെങ്കിൽ സെറിട്ടോണിൻ പോലെയുള്ള അനേകം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല സമയങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷത്തിന്റെ ഒരു മൂഡ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വേണേൽ നമുക്ക് അതിനെ പറയാം, അല്ലേ? അപ്പം ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പ്രവർത്തിക്കുന്ന മറ്റൊരു മേഖലയാണ് മതചിന്തകൾ നമുക്ക് തരുന്നത്, മതമൂല്യങ്ങൾ നമുക്ക് തരുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ആരാധനയിൽ പങ്കെടുത്തിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ ഒരു ചൈതന്യം നേടിയതായിട്ട് പലരും പറയാറുണ്ട്, അല്ലേ? എങ്ങനെയാണ് ആ ചൈതന്യം നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ശരീരത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ട് കേവലമായ ആ ഒരു നിമിഷം കൊണ്ട് തീരേണ്ടതല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നോമ്പിന്റെ കാലഘട്ടങ്ങൾ കടന്നു വരികയാണ്. 50 നോമ്പ്. നമ്മൾ എങ്ങനെയാണ് നോമ്പ് നോക്കുന്നത്? നമ്മൾ പല ആഹാരങ്ങളും, അല്ലെ, പൊതുവിലെ നമ്മൾ നോൺ വെജുകൾ ഒഴിവാക്കി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നോൺ വെജ് ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മീൻ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ പുളി ഇട്ട് വേറെ എന്തൊക്കെയോ ഇട്ട് കറി വെക്കും. അപ്പം മീൻ ഇല്ല എങ്കിലും മത്സ്യം അവിടെ ഇല്ല, പക്ഷെ അതേ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഇല്ല, പക്ഷെ സോയാ ചങ്ക്സ് ഇട്ടിട്ട് നമ്മൾ അതേ സ്റ്റൈലിൽ കറി വെക്കും, മസാല എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ നോമ്പുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെ? നമ്മൾ പലപ്പോഴും, ഞാൻ അടച്ച് ആക്ഷേപിക്കുകയും വിമർശിക്കുകയുമല്ല, പക്ഷെ നല്ലൊരു ഭൂരിപക്ഷത്തിന്റെയും ചിന്താഗതിയിൽ നമ്മൾ 1ാമത്തെ ദിവസം മുതൽ 50 ദിവസം വരെ ഇങ്ങനെ നോമ്പ് നോക്കിയിട്ട് 51ാമത്തെ ദിവസം എഗെയിൻ ബാക്ക് ടു നമ്മൾ ശങ്കരൻ തങ്ങിയിൽ തന്നെ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലത്തെ അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും, അല്ലെ? ഓരോ നോമ്പുകളും നമ്മുടെ ജീവിതത്തിൽ എത്ര നോമ്പുകൾ കഴിഞ്ഞു പോയി നമുക്കറിയില്ല. ഇനി നമുക്കൊരു നോമ്പുകളോ അല്ലെങ്കിൽ ഇനി ഒരു പ്രാർത്ഥിക്കാൻ അവസരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അപ്പം ഓരോ നോമ്പുകളും നമസ്കാരങ്ങളും പ്രാർത്ഥനകളും നമുക്ക് എന്താണ് തരേണ്ടത്? നമ്മുടെ ജീവിതത്തെ കണ്ടെത്തുവാനായിട്ട് യു ഹാവ് ടു ഫൈൻഡ് യുവർ സെൽഫ്. ആ ഒരു കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാനായിട്ട്, അല്ലെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഈ യോഹന്നാന്റെ ആ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ കാണുന്നത് വചനത്തെ പറ്റിയാണ്, ക്രിസ്തുവിനെ പറ്റിയാണ്, വചനത്തിന്റെ പല അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്, അല്ലെ? അപ്പോൾ നമ്മൾ സമയത്തിന്റെ പരിമിതി പോലെ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ അത് വീട്ടിൽ ചെന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വളരെയധികം വചനത്തിന്റെ പ്രത്യേകതകളെ പറ്റി കൃത്യമായി ഒരു 10-40ഓളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പൊ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാതെ നിന്നെ കണ്ടെത്തിക്കൊണ്ട്, നിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എന്താണ്, അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടില്ലേ? നമുക്ക് പലപ്പോഴും അറിയാം, ഇന്നൊരു വീട് ഉദാശ ചെയ്യണമെങ്കിൽ പലപ്പോഴും അച്ഛനോട് പറയാ, അച്ഛാ 10:30 കഴിഞ്ഞ് എത്തിയാൽ മതി അച്ഛാ, അല്ലേ? നമ്മളെല്ലാവരും പറയാറുണ്ട്. നമുക്ക് പേടിയാണ്. എന്താണ്? രാഹുകാലം, എന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയും, ഇപ്പൊ പലരും നമ്മൾ പറയാറുണ്ട് കന്നിമൂല, അല്ലെങ്കിൽ ഈ മറ്റു പല ലേബലുകൾ, അല്ലേ? ഇപ്പൊ എന്താ പറയുക, ചൊവ്വാദോഷം, അല്ലെങ്കിൽ ഇങ്ങനെ പല പേരുകളിലാണ് വരുന്നത്. നമുക്ക് പേടിയാണ്. കാരണം ഇതൊന്ന് നമ്മൾ വിട്ടു മാറിയാൽ, അല്ലെങ്കിൽ ഇതൊന്ന് നോക്കിയില്ലെങ്കിൽ, ഈ കാര്യങ്ങളിൽ പോയില്ലേ എന്തോ സംഭവിക്കും. നമ്മൾ പലപ്പോഴും പള്ളിയിൽ പോകുന്ന എന്തിനാ, ആരാധനയ്ക്ക് പോകുമ്പോൾ പോലും ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, ഇന്ന് പള്ളിയിൽ പോയില്ലേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് ഞാൻ പോവാണ്. അങ്ങനെയാണോ നമ്മൾ ആരാധനയ്ക്ക് പോകേണ്ടത്? അങ്ങനെയാണോ നമ്മൾ ആരാധിക്കേണ്ടത്? നമുക്ക് മൂല്യങ്ങളെ ഇല്ലാതെ വെറും കേവലമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാത്രമായിട്ടാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പറമ്പിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ എവിടെയാണ് ഉദിച്ച് നിൽക്കുന്നത്? നമ്മുടെ പറമ്പിൽ തന്നെയാണ് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത്, അല്ലെ? വ്യത്യാസം നമ്മളെല്ലാവരും നോക്കിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ കൂടെ ഇറങ്ങി ഒന്ന് നോക്കണം, എവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പറമ്പിൽ മാത്രമല്ല, ഈ ലോകത്ത് മൊത്തമുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് മൊത്തമുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളിലേക്ക് ചുരുങ്ങി പോവാതെ നമ്മുടെ തെറ്റുകളെ കണ്ടെത്തുക, നമ്മളെ തന്നെ വിമർശനകമായ രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളെയും മനസ്സിലാക്കുകയും യഥാർത്ഥ ആത്മീക മൂല്യങ്ങൾ നമ്മളിൽ ഉള്ളവരായി ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞു നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതാണ് ക്രിസ്തു. പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട്, അല്ലെ? കൂടുതലൊന്നും പറഞ്ഞില്ല, നമുക്കൊരു പ്രാർത്ഥനയായിട്ട് തന്നെ പഠിപ്പിച്ചില്ല. കൂടുതൽ നമ്മുടെ ആവശ്യം വിഷ് ലിസ്റ്റ് പറയുക എന്നുള്ളതിൽ ഉപരിയായിട്ട് നമുക്ക് കിട്ടിയ കൃപകളെ പറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ അതിനെ സ്മരിക്കുന്ന ഒരവസ്ഥയായിരിക്കണം നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ, നോമ്പ് അടുത്ത് വരികയാണ്, ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് ഫോക്കസ്ഡ് ആവാതെ നമ്മളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയി നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ തെറ്റുകൾ എന്താണ്, നമുക്കതെങ്ങനെ രൂപാന്തരം കൊണ്ടുവരാനായിട്ട് സാധിക്കും, നമുക്ക് എങ്ങനെ നമ്മുടെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്ന്
മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.